ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. ചേലക്കര നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ വോട്ടിംഗ് തിരിച്ചറിയൽ കാർഡുകൾ കൈപ്പറ്റി. ചെറുതുരുത്തി വിതരണ കേന്ദ്രത്തിലെത്തി UDF, SDPI സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസറിൽ നിന്നും രേഖകൾ സ്വീകരിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ അന്തിമഘട്ടത്തിലേക്ക്. വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി സ്ഥാനാർത്ഥികൾ വോട്ടിംഗ് തിരിച്ചറിയൽ കാർഡുകൾ കൈപ്പറ്റി. UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന് ബുധനാഴ്ച ഉച്ചയോടെയാണ് റിട്ടേണിംഗ് ഓഫീസർ അൻസാർ എസിനെ കണ്ട് കാർഡും മറ്റ് രേഖകളും സ്വീകരിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ നാരായണൻകുട്ടി എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. SDPI സ്ഥാനാർത്ഥി വിനോദ് കുമാർ, മണ്ഡലം സെക്രട്ടറി VA കുഞ്ഞുമുഹമ്മദിനൊപ്പമെത്തി തിരിച്ചറിയൽ കാർഡ് വാങ്ങി. മണ്ഡലത്തിൽ ഇത്തവണ വൻ വിജയം ഉറപ്പാണെന്ന് സ്ഥാനാർത്ഥികൾ പ്രതികരിച്ചു. എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പിന്നെ പ്രവർത്തകരും മറ്റേ ഓരോ ആൾക്കാരെ ഇരുന്ന് വോട്ടർമാരെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് തന്നെ നല്ലൊരു പ്രത്യേകമായിട്ടൊരു എനർജിയാണ് നമ്മളതുകൊണ്ട് വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അവസ്ഥയും നടത്തുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ, കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ജനങ്ങൾ നമ്മളോട് നല്ല രീതിയിൽ തന്നെ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് 30 വർഷത്തോളമായില്ല ചേലക്കര നിയോജക മണ്ഡലം ഇരുട്ടിലേക്കാണ് പോയിരിക്കുന്നത്. വികസനം പലതുണ്ടെങ്കിലും സാധാരണ ജനങ്ങൾക്ക് ഒരു പുരോഗമനം ഇല്ലാത്ത രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ 30 വർഷങ്ങളായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പോഴത്തെ MLA 1.5 വർഷത്തോളം MLA ആയി. അതിന് മുന്നേ തന്നെ രാധാകൃഷ്ണനായിരുന്നു മറ്റേ MLA ആയിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്ന വാഗ്ദാനങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ജനങ്ങൾക്ക് എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ പ്രതീക്ഷയാണ് നമ്മൾ മുതലാക്കിക്കൊണ്ട്. ഇതിനിടെ തെരഞ്ഞെടുപ്പ് ഒബ്സർവർ ബൻവാർലാൽ IAS വിതരണ കേന്ദ്രത്തിൽ നേരിട്ടെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. പോലീസ്, കേന്ദ്രസേന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തി. മണ്ഡലത്തിലെ 218 പോളിംഗ് ബൂത്തുകളിലേക്കും ആവശ്യമായ വോട്ടിംഗ് യന്ത്രങ്ങളും ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചതായും നിലവിൽ തടസ്സങ്ങളൊന്നുമില്ലെന്നും റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCV.